ഇറ്റലിയിൽ നടക്കുന്ന G7 സമ്മേളനം നയിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. G7 സമ്മേളനത്തിൽ ഇന്ത്യൻ സംഘത്തെയാണ് സുരേഷ് ഗോപി നയിക്കുന്നത്. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നവംബർ 13 ആരംഭിച്ച സമ്മേളനം ഇന്ന് അവസാനിക്കും. G7 ടൂറിസം മന്ത്രിമാരുടെ യോഗത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. ജനങ്ങളുടെ സുരക്ഷ, വിശ്വാസ്യത, ഉത്തരവാദിത്തം എന്നിവ ഉറപ്പാക്കുന്നതിനും AI സാധ്യതകളെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടുകളും അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കുവച്ചു. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു വാർത്തയാണിത്, അല്ലേ? കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിനിധി അല്ലെങ്കിൽ കേരളത്തിന്റെ മുഴുവൻ പ്രതിനിധിയാണ് അതെ ആണ് താൻ പോകുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഇറ്റലിയിൽ നടക്കുന്ന G7 സമ്മേളനം നയിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു? തീർച്ചയായും ദേവിക, അത് പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ്. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. അദ്ദേഹം എൻ്റെ കൂടി MP ആണ്, എൻ്റെ നാട്ടിലെ MP ആണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലക്കാരൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരം ഐസൻ ജോസ് പങ്കുവെക്കുകയാണ്. അങ്ങനെയും പറയാവുന്നതാണ്. എൻ്റെ കൂടി MP ആണ് അദ്ദേഹം. ഈ G7 സമ്മേളനത്തിൻ്റെ ഒരു ഔട്ട്റീച്ച് സംവിധാനമായ, അതായത് G7 രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളുമായുള്ള സമ്മേളനങ്ങളിലെ ചർച്ചകളുടെ ഭാഗമായാണ് ഈ ടൂറിസം മന്ത്രിമാരുടെ ഒരു സമ്മേളനം നടക്കുന്നത്. ടൂറിസം മന്ത്രിമാരുടെ സമ്മേളനത്തിൽ G7 രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ഔട്ട്റീച്ച് രാജ്യങ്ങളുമായി എത്തിപ്പെട്ട എല്ലാ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇറ്റലിയിൽ പല ടൂറിസം മന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വളരെ പരിസ്ഥിതി സൗഹൃദ ടൂറിസം, അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസം, നിരവധിയായ ടൂറിസം രംഗങ്ങളുണ്ട്. ഹെൽത്ത് ടൂറിസത്തിനൊക്കെ വലിയ സാധ്യതകൾ കേരളത്തിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, കേരളം ആരോഗ്യരംഗത്ത് വൻ മുന്നേറ്റം നടത്തിയ ഒരു സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ആരോഗ്യരംഗത്തും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കണക്ടിവിറ്റി രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഇരട്ടിയാണ് എയർപോർട്ടുകളുടെ എണ്ണം എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. ഇരട്ടി എന്ന് പറയുമ്പോൾ നേരത്തെ 10 വർഷം മുമ്പ് 75 എയർപോർട്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ 150 എയർപോർട്ടുകൾ ഭാരതത്തിലുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ സെക്കൻഡ് ലൈൻ കണക്ടിവിറ്റി നമുക്കറിയാവുന്നതാണ്, സീ പ്ലെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കണക്ടിവിറ്റിയായി വരുന്നു. സെക്കൻഡ് ലൈൻ കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ ഉണ്ടാകുന്നു, അതിവേഗ റെയിൽ സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ എല്ലാ സാധ്യതകളും, പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ടൂറിസം രംഗത്ത് വൻ മുന്നേറ്റം നടത്തുന്നതിനുള്ള സാധ്യത തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സുരേഷ് ഗോപി സമ്മേളനങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. കൂടുതൽ കൃത്യമായ ധാരണയോടെ അദ്ദേഹം ഈ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം തിരിച്ചെത്തിയതിന് ശേഷം കൂടുതൽ ഇത് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ലഭ്യമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി.